ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ ഫുഡ് ക്രേവിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊത്തു പൊറോട്ട, പിന്നെ കാന്താരി ചിക്കൻ, പിന്നെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ രസവട, ഇത്രയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട്. വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലാണ് ഈ ഒരു കട. ബട്ട് ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല, ഇപ്പോഴാണ് കയറുന്നത്. അവിടെ ഓംലെറ്റ് അടിക്കുമായിരുന്നു. പിന്നെ ഞാൻ കൊത്തു പൊറോട്ട പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കൊത്തു പൊറോട്ട ഓൾറെഡി ഇതിൻ്റെ പൊറോട്ടയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്തു തന്നു. ഞാൻ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. പിന്നെ അവിടെ കുറേ കറികളുണ്ടായിരുന്നു. ഇത് കാന്താരി ചിക്കനാണ്. പക്ഷെ കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അത്രയും എരിവില്ല, ജസ്റ്റ് മധുരമായിരുന്നു. പിന്നെ ഈ ബീഫാണ്, ഇവിടെ ബീഫല്ല, ഇവിടെ ശരിക്കും പോത്താണുള്ളത്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, ശരിക്കും ചിക്കനോ കാടയോ എന്തോ ആണ്. പിന്നെ കാട വറുത്തതും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മേടിച്ചില്ല. കാട വറുത്തതിന് കുറച്ചുകൂടെ എല്ലാണ് കൂടുതലൊന്ന് ഒരു ധാരണയുള്ളത് കൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. കാന്താരി ചിക്കനാണ് എന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ ഞാൻ ഈ രസത്തിൽ പരിപ്പ് വട ഇട്ടത് കണ്ടു. രസവട കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് അൺപാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നല്ല രസമുണ്ട്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് കഴിച്ചു നോക്കാം. ആ ഒരു ചൂടും ഉണ്ടായിരുന്നു, പൊറോട്ടയുടെ ഒരു ക്രിപ്സിനെസ്സും ഉണ്ടായിരുന്നു. ചിക്കൻ്റെ ഒരു അതെന്ത് ടേസ്റ്റ് ആണെന്ന് എനിക്കിങ്ങനെ പറയാനറിയില്ല. ബട്ട് എല്ലാം കൊണ്ടും അത്ര എരിവുമില്ല, ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സോസ് കൂടി ഇട്ട് കഴിച്ചു നോക്കിയാലോ. സ്പൂൺ മാത്രം ഇട്ട് കഴിക്കുന്നത്. സോസും കൂടി ഇട്ട് നല്ല രുചിയുണ്ട്. നമുക്ക് വട കൂടെ നോക്കാം. ഇവിടെ തിരുവനന്തപുരംകാരുടെ ഫേവറേറ്റ് ആണ് രസവട എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും മേടിച്ചു. ഇത് കായംകുളത്തും സെയിം ഉണ്ട്, ബട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് ശരിക്കും രസത്തിൽ മുങ്ങി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നുള്ളത്. ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ, കമന്റ് ചെയ്യണം. രസം സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അയ്യോ, പോവല്ലേ, കാന്താരി ചിക്കൻ്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ടേ. അതോടെ കണ്ടുകൊണ്ട് പോയിക്കോ. ബായ്, പിന്നെ കാണാം.